കോൺഗ്രസ് BJP ഡീലിനെ കുറിച്ചുള്ള CPM ആരോപണങ്ങൾക്ക് പിന്നിൽ ആത്മവിശ്വാസക്കുറവെന്ന് BJP നേതാവ് VV രാജേഷ് 24-നോട്. ഡീൽ ആരോപണത്തിലൂടെ CPM മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിൽ BJP സീൽ വന്ന വിവാദത്തിൽ വിശദീകരണം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും VV രാജേഷ് 24-നോട് പറഞ്ഞു. ഈ തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ഇത്തവണ BJPയെ സഹായിച്ച കോർപ്പറേഷൻ മേയർ VV രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മേയർ, ഇതിലെ ഇത്തവണത്തെ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള BJPയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പൊതുവെ തിരുവനന്തപുരം പാർലമെൻറ്റിലെ ഈ 4 മണ്ഡലങ്ങളും BJPക്ക് പല തവണ ഭൂരിപക്ഷം തന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഭൂരിപക്ഷം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിരവധി ഭൂരിപക്ഷ വാർഡുകൾ വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയാണ് ഈ മണ്ഡലങ്ങളിലുള്ളത്. ഇതിലെ കഴിഞ്ഞ ദിവസം CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ BJPയെ സഹായിച്ചത് കോൺഗ്രസുമായിട്ടുള്ള ഡീലെന്നാണ്. ഇപ്പോൾ ഡീലിനെ കുറിച്ചുള്ള പ്രത്യാരോപണങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ മേയറുടെ പ്രതികരണം? അല്ല, ഞങ്ങൾക്ക് CPMൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആ പാർട്ടികളുടെ വിശ്വാസികൾ അനുഭാവികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു വോട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ജയസാധ്യത ഇല്ലായിരുന്ന സ്ഥലത്ത് പോലും ഞങ്ങൾ ജയിച്ചു വരുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തന്നെ CPMൻ്റെ ആത്മവിശ്വാസക്കുറവ്, അവർ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, അവരുടെ ആത്മവിശ്വാസക്കുറവാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന വിമർശനമായിട്ടും ബാക്കി ഇതര പാർട്ടികൾ BJP ഇതര പാർട്ടികളുടെ ഒരു പ്രതീക്ഷയായിട്ടും പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വ്യക്തിപരമായ വോട്ടുകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയ വേദിയിലേക്ക് വരുമ്പോൾ അത് പൊളിറ്റിക്കൽ വോട്ടായിട്ട് മാറുകയും BJPക്ക് അത് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വ്യക്തിപരമായ വോട്ടല്ലല്ലോ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ LDFനേക്കാൾ ഏകദേശം 1.5-2 ലക്ഷത്തോളം വോട്ടിന് മുൻപിലാണ് ഞങ്ങൾ. അപ്പോൾ അത് വ്യക്തിപരമായ വോട്ടല്ലല്ലോ, അത് രാഷ്ട്രീയ വോട്ടല്ലേ. അതേ രാഷ്ട്രീയ വോട്ട് തന്നെ ഈ അസംബ്ലിയിലും തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചൊരു കത്തിൽ BJPയുടെ സീൽ വന്നൊരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സുതാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നതല്ലേ? അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പറയേണ്ടത്. കോർപ്പറേഷനിൽ BJPക്ക് ലഭിച്ച മൊത്തം വോട്ട് നോക്കിയാൽ CPMന് ലഭിച്ചതിനേക്കാൾ കുറവ് വോട്ടാണ്. അതായത് മൊത്തം വോട്ട് പരിശോധിക്കുമ്പോഴത്തേക്ക് അത് CPMൻ്റെ അടിസ്ഥാന വോട്ട് ഈ തിരുവനന്തപുരത്തെ സെൻട്രൽ മണ്ഡലം അടക്കം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് കുത്തിയൊലിച്ച് പോയിട്ടില്ല എന്നുള്ള ഒരു തെളിവാണ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക. അവർ തോറ്റാലും അവർ തോറ്റായിട്ട് അംഗീകരിക്കില്ല. ഇങ്ങനെ പരിശോധന നടത്തി അവർ കാലം കഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് CPMനോട് പറയാനുള്ള ഇത്തരത്തിലുള്ള പരിശോധനകളും നടത്താതെ തോൽവി അംഗീകരിക്കുക, അവരുടെ ആശയം പ്രത്യയശാസ്ത്രം കാലഹരണപ്പെട്ടാണെന്നുള്ള കാര്യം അവർ അംഗീകരിക്കുമ്പോഴേക്കും ആ റിയാലിറ്റി മനസ്സിലാക്കുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഇതിൽ ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വോട്ടിംഗ് നടന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ്. അന്ന് പല മണ്ഡലങ്ങളും BJPക്കൊപ്പം നിന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇത്തവണയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ മണ്ഡലങ്ങളെല്ലാം BJPക്കൊപ്പം തന്നെ നിൽക്കുമെന്ന പ്രതീക്ഷയാണ് മേയർ VV രാജേഷ് പങ്കുവച്ചത്. അരുൺ എസ്ആറിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.